പ്രിയ കൂട്ടുകാരെ, ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവലിൻ്റെ 7ാമത്തെ ഭാഗമാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. കഥയിലേക്ക് പോകും മുമ്പ് ഇതിനു മുൻപുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലാത്ത കൂട്ടുകാർ ചാനൽ സന്ദർശിച്ച് അത് കേട്ടിട്ട് ഇത് കേൾക്കാൻ ശ്രമിക്കുമല്ലോ. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. പ്രൊഫസറും മറ്റുള്ളവരും മീനയുടെ അടുത്തേക്ക് ഓടിയെടുത്തു. അവരുടെ സ്ഥിതി ദയനീയവും ഭീതിതവുമായിരുന്നു. മുഖത്താകെ രക്തം പുരണ്ട് ശരീരത്തിലും അവൻ പിടിച്ച ഭാഗത്തൊക്കെയും രക്തം തിണർത്തു കിടന്നിരുന്നു. അവർ അത്യുച്ചത്തിലും അത്യന്തം വേദനയോടെ നിലവിളിക്കുകയും ചെയ്തു. പ്രൊഫസർ അവരെ ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് മൂടിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, രക്തരക്ഷസ് ജോനാഥനെ ബോധരഹിതനാക്കിയിരിക്കുകയാണ്. അയാൾക്ക് ബോധം തിരിച്ചു കിട്ടിയാലേ മീനയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ആദ്യം നമുക്ക് ജോനാഥൻ്റെ ബോധം വീണ്ടെടുക്കാൻ ശ്രമിക്കാം. ഇതും പറഞ്ഞ് പ്രൊഫസർ ഒരു തൂവാല നനച്ച് ജോനാഥൻ്റെ മുഖം തുടച്ചു. അപ്പോഴും മീന മുഖം പൊത്തി കരയുക തന്നെയായിരുന്നു. ഹൃദയഭേദകമായിരുന്നു ആ സാധു സ്ത്രീയുടെ കരച്ചിൽ. അത് സഹിക്കാനാവാതെ ഞാൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. നിലാവ് പരന്നിട്ടുണ്ട്. അവിടെ ക്വിൻസി പുൽപ്പരപ്പിലൂടെ ഓടുന്നതും ഒരു മരത്തിന് പിന്നിൽ ഒളിക്കുന്നതും ഞാൻ കണ്ടു. ഇയാൾ എന്താണിവിടെ ചെയ്യുന്നതെന്ന് ഞാൻ അമ്പരന്നു. അപ്പോഴേക്കും പ്രൊഫസറുടെ ശ്രമഫലമായി ജോനാഥന് ബോധം തിരിച്ചു കിട്ടി. അയാൾ എഴുന്നേൽക്കുന്നത് കണ്ട് മീന എല്ലാം മറന്ന് അയാളെ ആലിംഗനം ചെയ്യാനായി കൈകൾ വിടർത്തിക്കൊണ്ട് അടുത്തു ചെന്നു. പക്ഷേ പൊടുന്നനെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇരു കൈകളാലും മുഖം പൊത്തി കരയുകയാണ് ചെയ്തത്. ഇത് കണ്ട് നെഞ്ചു പൊട്ടിയ ജോനാഥൻ ഉറക്കെ അട്ടഹസിച്ചു. എന്താണിവിടെ സംഭവിച്ചത്? ആരെങ്കിലും ഒന്ന് പറയൂ. ഡോക്ടർ സെവാർഡ് അങ്ങ് പറയൂ. അല്ലെങ്കിൽ പ്രൊഫസർ വാൻ ഹെൽസിംഗ് അങ്ങ് പറയൂ. എനിക്കറിയാം അങ്ങ് മീനയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അങ്ങേക്കറിയില്ലേ? അവളെ അങ്ങ് രക്ഷിക്കില്ലേ? ദൈവമേ, അവളെ രക്ഷിക്കണമേ. പ്രൊഫസർ, അങ്ങ് മീനയുടെ കാര്യം നോക്കുമല്ലോ. ഞാൻ ആ പിശാചിനെ തേടി പോവുകയാണ്. എനിക്ക് അവനോട് പകരം ചോദിക്കണം. ഈ വാക്കുകൾ കേട്ട് മീന ചാടി എഴുന്നേറ്റ് ജോനാഥനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, പോകല്ലേ എൻ്റെ പ്രിയനെ, എന്നെ വിട്ട് ഒരിടത്തും പോകരുതേ. നമ്മെ സഹായിക്കാൻ ഇവരൊക്കെയുണ്ടല്ലോ. താങ്കൾ തനിയെ ഒന്നിനും പോകരുത്, എന്നോടൊപ്പം ഇരിക്കണം. ഇത് കണ്ട് സഹതാപാർദ്രനായി പ്രൊഫസർ വാൻ ഹെൽസിംഗ് പറഞ്ഞു, നിങ്ങൾ ഇരുവരും സമാധാനിക്കുക. നിങ്ങൾക്കിനി ഒരാപത്തും വരില്ല. ഇത് കണ്ടോ ഈ സ്വർണ്ണക്കുരിശ്? ഇതുള്ളിടത്തോളം ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളെ സമീപിക്കാനാവില്ല. മീന ജോനാഥനെ കെട്ടിപ്പിടിച്ചപ്പോൾ അവളുടെ ശരീരത്തിലെ രക്തം അയാളുടെ വസ്ത്രങ്ങളിലും പുരണ്ടു. അത് ശ്രദ്ധിച്ച് അവൾ പെട്ടെന്ന് പിടിവിട്ട് മാറിക്കൊണ്ട് പുലമ്പി, അയ്യോ കഷ്ടം, മലിന രക്തം, ശാപം പിടിച്ച രക്തം. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളിൽ പറ്റി. ഞാൻ അദ്ദേഹത്തെ തൊടാൻ പോലും പാടില്ലായിരുന്നു. ഈ പാപിയായ എനിക്ക് വേണ്ടിയാണല്ലോ എൻ്റെ ഭർത്താവ് ഈ യാതനകളൊക്കെ അനുഭവിക്കുന്നത്. ദൈവമേ, എനിക്ക് മാപ്പ് തരണേ. ജോനാഥൻ അവളെ വലിച്ചെടുപ്പിച്ച് തൻ്റെ കരവലയത്തിനുള്ളിലാക്കി മുറുകെ പുണർന്നുകൊണ്ട് പറഞ്ഞു, എന്തൊക്കെ വിട്ടിത്തരങ്ങളാണ് മീന നീ പറയുന്നത്? നിനക്കെന്നെ ഇതുവരെ മനസ്സിലായില്ലേ? നീ എങ്ങനെയാണ് മലിനപ്പെടുന്നത്? നമുക്കിടയിൽ എന്താണ് മലിനമായുള്ളത്? നിഷ്കളങ്കിയായ നീ എന്നോട് എന്ത് തെറ്റ് ചെയ്തു? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ഒന്നുമില്ല. ഒരു ശക്തിക്കും നമ്മെ വേർപെടുത്താനാവില്ല. നമുക്ക് എല്ലാം ദൈവത്തിൽ അർപ്പിക്കാം മീന. ഭർത്താവിൻ്റെ കരങ്ങളിൽ അഭയം കെട്ടിയ മീന ക്രമേണ സ്വാസ്ഥ്യം വീണ്ടെടുത്തു തുടങ്ങി. ഞാനും പ്രൊഫസറും അത് കണ്ട് ആശ്വസിച്ചു. അപ്പോൾ ജോനാഥൻ എന്നോട് പറഞ്ഞു, പ്ലീസ് ഡോക്ടർ, ഇവിടെ നടന്നത് എന്തൊക്കെയാണെന്ന് എന്നോട് പറയൂ. മുറി ഞങ്ങളെല്ലാം ചേർന്ന് തള്ളി തുറന്നതു മുതൽ അതിനുള്ളിൽ കണ്ട കാഴ്ചകളെല്ലാം ഞാൻ വിശദമായി പറഞ്ഞു. പക്ഷേ മീന ആ പിശാചിൻ്റെ മാറിലെ രക്തത്തിൽ മുഖം അമർത്തി നിന്ന കാര്യം മാത്രം ഞാൻ ഒഴിവാക്കി. മീന അപ്പോഴും ജോനാഥൻ്റെ മാറിൽ മുഖം അമർത്തി നിൽക്കുകയാണ്. അയാൾ അവളുടെ മുടികളിൽ വാത്സല്യത്തോടെ തഴുകുന്നുമുണ്ടായിരുന്നു. ഈ സമയം പുറത്തു പോയിരുന്ന ആർത്തറും ക്വിൻസിയും അകത്തേക്ക് കടന്നു വന്നു. അവരോട് പുറത്ത് എന്തു ചെയ്യുകയായിരുന്നുവെന്നും അവനെ കണ്ടോ എന്നും പ്രൊഫസർ ചോദിച്ചു. ആർത്തർ മറുപടിയായി പറഞ്ഞു, ഇടനാഴികളിലും മറ്റു മുറികളിലും അവനെ കണ്ടില്ല. അവൻ പക്ഷെ പഠനമുറിയിൽ കയറിയിരുന്നു. പെട്ടെന്ന് മീനയുടെയും ജോനാഥൻ്റെയും നിൽപ്പ് കണ്ടിട്ടാവാം അയാൾ സംസാരം തുടരാൻ മടിച്ചു. അപ്പോൾ പ്രൊഫസർ കർശന ഭാവത്തിൽ പറഞ്ഞു, എന്താണ് നിർത്തിയത്? മുഴുവനും പറയൂ. ഇവിടെ ആരും ഒന്നും മറയ്ക്കേണ്ടതില്ല. എല്ലാവരും അറിയണം. നമ്മുടെ ലക്ഷ്യം നേടാൻ അത് അത്യാവശ്യമാണ്. അപ്പോൾ ആർത്തർ വീണ്ടും പറയാൻ തുടങ്ങി, അവൻ പഠനമുറിയിൽ കയറി കുറേ നാശം ചെയ്തിട്ടാണ് പോയത്. അവിടെയുണ്ടായിരുന്ന കുറിപ്പുകളും കടലാസുകളുമെല്ലാം അവൻ കത്തിച്ചു കളഞ്ഞു. താങ്കളുടെ ഗ്രാമഫോൺ റെക്കോർഡുകൾ പോലും അവൻ അഗ്നിക്ക് ഇരയാക്കി. ഭാഗ്യം, എല്ലാറ്റിൻ്റെയും ഓരോ കോപ്പി അലമാരിൽ സൂക്ഷിച്ചത് നന്നായി. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞുപോയി. ആർത്തറിൻ്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. അയാൾ വീണ്ടും പറഞ്ഞു, ഞാൻ താഴത്തെ നിലയിലേക്ക് ഓടിയിറങ്ങി.
പക്ഷേ അവിടെയെങ്ങും അവനുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ റെൻഫീൽഡിൻ്റെ മുറിയിൽ ചെന്ന് നോക്കി. അവിടെയും അവനെ കണ്ടില്ല. പാവം, റെൻഫീൽഡ് അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. അത് കേട്ട് മീന തലയുയർത്തി എല്ലാവരെയും മാറി മാറി നോക്കി. എന്നിട്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ദൈവഹിതം നിറവേറ്റപ്പെട്ടിരിക്കുന്നു. ആർത്തറിന് ഇനിയും എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാനൊന്നും ചോദിച്ചില്ല. പ്രൊഫസർ ക്വിൻസി മോറിസിനെ നോക്കിയിട്ട് ചോദിച്ചു, താങ്കൾക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു, ശരിയല്ലേ? അതെ, ഈ വീട്ടിൽ നിന്നും അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ അവനെ കണ്ടില്ല. എന്നാൽ റെൻഫീൽഡിൻ്റെ മുറിയുടെ ജനാലയ്ക്കിൽ നിന്നും ഒരു കടവാവൽ പടിഞ്ഞാട്ട് പറന്നു പോകുന്നത് കണ്ടു. അവൻ കാർഫാക്സിൽ പ്രവേശിച്ചിട്ടുണ്ടാവില്ല. നേരം പുലരുകയുമാണ്. നാളെ നമുക്ക് അവിടുത്തെ ജോലി തുടരാം. പല്ലെറിമിക്കൊണ്ടാണ് ക്വിൻസി പറഞ്ഞു നിർത്തിയത്. ആ വികാരം എല്ലാവരിലും പടരുകയും ചെയ്തു. അപ്പോൾ പ്രൊഫസർ വാൻ ഹെൽസിംഗ് മീനയുടെ ചുമലിൽ വാത്സല്യപൂർവ്വം കൈവച്ചുകൊണ്ട് ചോദിച്ചു, മീന, എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, നിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. എങ്കിലും നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് നീ വ്യക്തമാക്കണം. ആ ദുഷ്ടമൂർത്തിയോട് പ്രതികാരം ചോദിക്കാൻ ഞങ്ങൾക്ക് ആ വിവരങ്ങൾ വളരെ സഹായകമാകും. അതുകൊണ്ട് മോളെ, നീ എല്ലാം വിശദമായി പറയൂ. മീന വല്ലാത്ത പരിവേശത്തോടെ പ്രൊഫസറെ നോക്കി. പിന്നെ ജോനാഥൻ്റെ മാറിലേക്ക് വീണ്ടും മുഖമമർത്തി. ജോനാഥൻ അവക്ക് ധൈര്യം പകരാനായി പുറത്ത് മെല്ലെ തട്ടിക്കൊടുത്തു. അല്പം കഴിഞ്ഞ് ധീരഭാവത്തോടെ മുഖമുയർത്തിയവൾ പ്രൊഫസറെ നോക്കി. പിന്നീട് അദ്ദേഹത്തിന് നേരെ കൈനീട്ടി. അദ്ദേഹം ആ കൈത്തലം പിടിച്ച് ചുംബിച്ചു. എന്നിട്ട് അവളെയും ജോനാഥനെയും ഒപ്പം ചേർത്ത് നിർത്തി മീന മെല്ലെ പറയാൻ തുടങ്ങി, ഡോക്ടർ, അങ്ങ് എനിക്ക് തന്ന ഉറക്കഗുളിക കഴിച്ചിട്ടാണ് കിടന്നതെങ്കിലും എനിക്ക് ഉറക്കം വന്നില്ല. കണ്ണടയ്ക്കാൻ തന്നെ പേടി തോന്നി. എൻ്റെ മനസ്സിൽ ഭീതിതമായ ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രക്തരക്ഷസ്, രക്തം കുടിക്കുന്ന കടവാവൽ, പ്രേതങ്ങളുടെ ഘോഷയാത്ര, മഞ്ഞിൽ മറഞ്ഞു നിൽക്കുന്ന അവൻ. ജോനാഥൻ ഞെട്ടിത്തെറിക്കുകയും ഓ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് അവളെ കൂടുതൽ ശക്തമായി പുണരുകയും ചെയ്തു. അപ്പോൾ മീനയുടെ പ്രതികരണം അത്ഭുതകരമായിരുന്നു. അവൾ ജോനാഥനോട് പറഞ്ഞു, പ്രിയനെ, അങ്ങ് അധീരനാകരുത്. അങ്ങ് വേണം എന്നെ രക്ഷിക്കാൻ. എൻ്റെ അനുഭവങ്ങൾ എത്രയോ ഭീകരവും സങ്കടകരവുമാണ്. അത് വർണ്ണിക്കുമ്പോൾ അങ്ങ് സമചിത്തതയോടെ കേൾക്കണം. എൻ്റെ ഭീതി കൂടി മാറ്റേണ്ട അങ്ങ് സ്വയം ഭയത്തിന് അടിമയാകരുത്. ഞാൻ തുടരട്ടെ. ഞാൻ ഉറക്കത്തെ ധ്യാനിച്ചുകൊണ്ട് കിടന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഉറക്കം എന്നിൽ കനിഞ്ഞു. ജോനാഥൻ എൻ്റെ അരികിൽ വന്നു കിടന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ സുഖമായി ഉറങ്ങാൻ ആ നാശം എന്നെ അനുവദിച്ചില്ല. ഞാൻ ഞെട്ടി ഉണർന്നു. മുറിയിലേക്ക് ജനാലവിടവിലൂടെ മഞ്ഞിൻ തരികൾ കടന്നു വരുന്നത് ഞാൻ കണ്ടു. ഈ അനുഭവം നേരത്തെ ഉണ്ടായത് ഞാൻ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. ഭയവിവശയായ ഞാൻ ജോനാഥനെ കുലുക്കി ഉണർത്താൻ ശ്രമിച്ചു. എത്ര ശക്തിയായി കുലുക്കിയിട്ടും അദ്ദേഹം ഉണർന്നില്ല. അതെന്നെ കൂടുതൽ ഭയാക്രാന്തിയാക്കി. പെട്ടെന്ന് മണ്ണിൽ നിന്നും ഉയർന്നു വന്നതുപോലെ ഒരു രൂപം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മെലിഞ്ഞ് നല്ല ഉയരമുള്ള കറുത്ത വസ്ത്രം ധരിച്ച ചോര കണ്ണുകളുള്ള രക്തമൊലിക്കുന്ന ചുണ്ടുകളും വെളുത്ത കൂർത്ത ദംഷ്ട്രകളുമുള്ള ആ പൈശാചിക രൂപത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ഉള്ളിൽ ഇടിവാൾ മിന്നും പോലെ തോന്നി. എൻ്റെ ഓരോ കോശവും തളരുകയായിരുന്നു. അപ്പോൾ ഉറക്കെ നിലവിളിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. അപ്പോഴവൻ എന്നോട് ആജ്ഞാപിച്ചു, ശബ്ദിച്ചു പോകരുത്. ഒച്ചയുണ്ടാക്കിയാൽ നിന്റെ കൺമുൻപിൽ വെച്ച് ഈ കിടക്കുന്ന നിന്റെ ഭർത്താവിനെ പൊക്കി നിലത്തടിച്ച് തലച്ചോറ് ചിതറിക്കും. ആ ഭീഷണി കൂടി കേട്ടപ്പോൾ എന്നിൽ അവശേഷിച്ച ജീവനും കൂടി പൊയ്പോകുമെന്ന് തോന്നി. ഞാൻ നിശ്ചലയായി ഒരു പ്രതിമ പോലെ നിന്നു. അവൻ എന്നെ ഒരു കൈകൊണ്ട് വലിച്ചെടുപ്പിച്ചിട്ട് മറു കൈകൊണ്ട് എൻ്റെ കഴുത്തിനെ വലയം ചെയ്തിരുന്ന തുണി വലിച്ചു മാറ്റി. എൻ്റെ നഗ്നമായ കഴുത്തിലേക്ക് മുഖം അടുപ്പിക്കുമ്പോൾ അവൻ പെറുപിറുത്തു. ആദ്യം എൻ്റെ ദാഹം മാറ്റട്ടെ. നീ പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ നിന്റെ രക്തം കുടിക്കുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. മുൻപും 2-3 തവണ ഞാൻ നിന്റെ ചോരയുടെ രുചി അറിഞ്ഞിട്ടുമുണ്ട്. അനങ്ങാനാവാതെ ഞാൻ നിന്നു. ഞാൻ അവന് വിധേയനായതുപോലെ. ഈശ്വര, ആ ചെകുത്താൻ്റെ സ്പർശമേൽക്കുന്നവർ പാപികളാവും. ഞാനും പാപിയാണ്. ദൈവമേ, എന്നോട് പൊറുക്കണേ. ഇത് കേട്ട് ജോനാഥൻ വീണ്ടും നിലവിളിച്ചു. അപ്പോൾ അവൾ അയാളെ കൂടുതൽ ശക്തമായി പുണർന്നു. തുടർന്ന് അവൾക്ക് മോഹാലസ്യം സംഭവിച്ചെന്ന് തോന്നുന്നു. അവൾ ഭർത്താവിൻ്റെ കരങ്ങളിൽ തളർന്നു കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധക്ഷയം മാറി. ചുറ്റും നോക്കിയിട്ട് ഭർത്താവിൻ്റെ മാറിൽ ചാരിയിരുന്നു കൊണ്ട് അവൾ തുടർന്നു. എൻ്റെ ചോര കുടിച്ചിട്ട് എന്നെ പരിഹസിച്ച് അവൻ പറഞ്ഞു, നീ എനിക്കെതിരെ പ്രവർത്തിച്ചു. എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ആ പീറ മനുഷ്യരെ നീ സഹായിച്ചു. അതിൻ്റെ കണക്ക് തീർക്കാനാണ് ഞാൻ വന്നത്. നീ ഇനി നിൻ്റെ ഭർത്താവിൻ്റെയോ അയാളുടെ സംഘത്തിൽപ്പെട്ടവരുടെയോ ആരുമല്ല, മറിച്ച് എൻ്റെ അരുമയാണ്. നിൻ്റെ അവശേഷിച്ച രക്തവും ഞാൻ ഊറ്റിക്കുടിക്കും. പിന്നെ നീ എൻ്റെ അനുയായിയായി മാറും.
എന്നെ നശിപ്പിക്കാൻ നടക്കുന്ന ആ വിഡ്ഢികൾക്കെതിരെ നീയും എനിക്കൊപ്പം പൊരുതും. മറ്റൊരു പ്രേതമായി. ആ മണ്ടന്മാർ വിചാരിച്ചാൽ എന്നെ ഒന്നും ചെയ്യാനാവില്ല. നൂറ്റാണ്ടുകളായി സർവാധിപതിയായി വാഴുന്ന എൻ്റെ ശക്തിയെക്കുറിച്ചോ മായാജാലങ്ങളെക്കുറിച്ചോ ഒന്നും അവറ്റകൾക്ക് അറിയില്ല. അവരെ ഞാൻ ഉടനെ നശിപ്പിക്കും. നീ ഇപ്പോൾ എൻ്റെ വെളിപ്പുറത്താണ്. എൻ്റെ ഏതാജ്ഞയും നീ അനുസരിക്കും. ഇത്രയും പറഞ്ഞിട്ട് അവൻ സ്വന്തം ഉടുപ്പ് മാറ്റി മാറിൽ കൂർത്ത നഖം കൊണ്ട് മാന്തി പിളർന്ന് പുറത്തേക്ക് ചീറ്റി വന്ന ചോരയിലേക്ക് എൻ്റെ മുഖം അമർത്തിപ്പിടിച്ചു. ഒന്നുകിൽ ശ്വാസം മുട്ടി മരിക്കണം, അല്ലെങ്കിൽ ആ ശപിക്കപ്പെട്ട രക്തം കുടിക്കണം എന്നതായിരുന്നു എൻ്റെ അവസ്ഥ. ദൈവമേ, ഇങ്ങനെയൊരു അവസ്ഥയിൽ പെടാൻ മാത്രം ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? ഈ ശാപത്തിൽ നിന്ന് എനിക്ക് മോചനം തരണമേ എൻ്റെ ദൈവമേ. മീനയുടെ വിവരണം കേട്ട് ഞങ്ങൾ ഓരോരുത്തരും പരസ്പരം നോക്കി. ജോനാഥൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നതും കണ്ണുകളിൽ കോപം ജ്വലിക്കുന്നതും ഞാൻ കണ്ടു. പ്രൊഫസറും എന്തൊക്കെയോ മനസ്സിൽ കൂട്ടിക്കിഴിക്കുകയായിരുന്നു. അപ്പോഴേക്കും കിഴക്ക് വെള്ള കയറി തുടങ്ങിയിരുന്നു. അനന്തര പദ്ധതികളെക്കുറിച്ച് ആലോചിക്കാനും പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കാനുമായി പിരിയുമ്പോൾ ജോനാഥനും മീനയ്ക്കും വേണ്ട സഹായങ്ങൾ എത്തിക്കാനും സദാസമയവും അവരുടെ വെളിപ്പുറത്ത് ഉണ്ടാവാനും ജോലിക്കാരെ ചുമതലപ്പെടുത്തിയിട്ടാണ് ഞാൻ മുറി വിട്ടു പോന്നത്. മുറിയിൽ നിന്നിറങ്ങുമ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. പേടിച്ചരണ്ട ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ മീന ജോനാഥൻ്റെ മാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അധ്യായം 16. ജോനാഥൻ ഹാക്കറുടെ ഡയറി. ഒക്ടോബർ 3. ഭ്രാന്ത് പിടിക്കാതിരിക്കാനാണ് ഞാനിപ്പോൾ ഡയറി എഴുതുന്നത്. മീനയും ഞാനും ഇന്ന് നേരിട്ട ഭീകര അനുഭവങ്ങളെക്കുറിച്ച് ഓർക്കാൻ പോലും വാസ്തവത്തിൽ ധൈര്യമില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ധൈര്യം പരമാവധി ആർജിച്ചേ പറ്റൂ. അല്പസമയത്തിനകം തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കാൻ എല്ലാവരും ഒത്തുകൂടും. മീനയുടെ സങ്കടം മാറ്റാനും ധൈര്യം പകരാനും ആവുന്നത്ര ഞാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ സ്വതേ ഭീരുവൊന്നുമല്ല, നല്ല ധൈര്യമുള്ള പെൺകുട്ടിയാണ്. പക്ഷേ ഏത് ധൈര്യശാലിയുടെയും മനസ്സിനെ തകർത്തു കളയുന്നത്ര ഭീകരാനുഭവം നേരിട്ട അവൾ ഇപ്പോഴും ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. റെൻഫീൽഡിനെ അവൻ കൊന്നതാണെന്ന് ഉറപ്പായി. പ്രൊഫസറും ഡോക്ടറും കൂടി ആലോചിച്ച് പോസ്റ്റ്മോർട്ടം കൂടാതെ മൃതദേഹം മറവ് ചെയ്യാൻ തീരുമാനിച്ചു. അടുത്ത നടപടി എന്താണെന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ഞങ്ങൾ ഒത്തുകൂടി. മീനയിൽ നിന്ന് ആരും ഇനി ഒന്നും മറച്ചു വെക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അത് കേട്ട് മീന പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ ഇനി എന്നിൽ നിന്നും ഏത് ഭയാനക വസ്തുതയായാലും ഒളിച്ചു പിടിക്കരുത്. കാരണം എത്ര ഘോരമായ സംഭവവും എനിക്ക് ഭയമില്ലാതെ കേൾക്കാൻ കഴിയും. ഇതിനകം ഞാൻ അനുഭവിച്ചതിലേറെയൊന്നും ഇനി വരാനുമില്ലല്ലോ. ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. എന്തും നിങ്ങൾക്ക് എന്നോട് പറയാം. മീനയുടെ സംസാരം ശ്രദ്ധാപൂർവം അവളുടെ മുഖത്തൊന്നും കണ്ണെടുക്കാതെ കേൾക്കുകയായിരുന്നു പ്രൊഫസർ. അദ്ദേഹം ചോദിച്ചു, ഒരു സ്ത്രീയായി നിനക്ക് ഇത്രയേറെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടും ഒട്ടും ഭയമില്ലെന്നാണോ ഉദ്ദേശിച്ചത്? അതോ നിന്നെക്കുറിച്ചോർത്ത് ഞങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്നോ? രണ്ടും ഞാൻ ഉദ്ദേശിച്ചു. ഞാൻ അനുഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ സ്വയം നിരീക്ഷിച്ചു വരികയാണ്. എപ്പോഴെങ്കിലും ഞാൻ നിങ്ങൾക്ക് ദോഷകരമായി പെരുമാറേണ്ടി വന്നാൽ ആ നിമിഷം ഞാൻ ജീവിതം അവസാനിപ്പിക്കും. മീന ആത്മഹത്യ ചെയ്യുമെന്നാണോ ഉദ്ദേശിച്ചത്? പ്രൊഫസർ എടുത്തു ചോദിച്ചു. അതെ, ഞാൻ നിങ്ങളിൽ ആർക്കെങ്കിലും ഉപദ്രവകാരിയായി മാറിയാൽ എൻ്റെ ജീവനെടുക്കാൻ അങ്ങ് തയ്യാറാകണം. അല്ലെങ്കിൽ ഞാനത് സ്വയം ചെയ്യും. അദ്ദേഹം വികാരഭരിതനായി അവളുടെ അടുത്ത് ചെന്ന് മൂർധാവിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, അങ്ങനെ ഒരവസ്ഥ നിനക്കുണ്ടായാൽ നിന്നെ ദയാവധത്തിന് വിധേയയാക്കാൻ ഞാൻ മടിക്കില്ല. പക്ഷേ അതുണ്ടാവില്ല, ഉണ്ടാകാൻ ഞങ്ങൾ സമ്മതിക്കുകയുമില്ല. അതിനു മുൻപ് ആ നികൃഷ്ടനെ ഞങ്ങൾ ഇല്ലാതാക്കും. അവനില്ലാതായാൽ നീയും മോചിതയാകും. മറിച്ച് അവൻ നിലനിൽക്കെ നീ മരിച്ചാൽ നീയും അവൻ്റെ ഭൃത്യയായി മാറും. അതനുവദിക്കാൻ പാടില്ല. ഇനി അവൻ നിന്നെ ആക്രമിക്കുകയില്ല, നിനക്കൊന്നും സംഭവിക്കുകയുമില്ല. അവൻ്റെ ഉന്മൂലനാശ വാർത്ത ആദ്യം കേൾക്കേണ്ടത് നീയാണ്. അന്തിമയുദ്ധത്തിന് ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ദൈവത്തിൽ സ്വയം സമർപ്പിച്ച് ആ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുക മോളെ. ആവേശഭരിതയായി മീന മറുപടി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കുന്ന പക്ഷം പ്രൊഫസർ പറഞ്ഞതുപോലെ ഞാൻ ജീവിക്കുക തന്നെ ചെയ്യുമെന്ന് ശബ്ദം ചെയ്യുന്നു. അതിനായി ഞാൻ പരമാവധി ശ്രദ്ധിക്കുകയും യത്നിക്കുകയും ചെയ്യും. കുറഞ്ഞ പക്ഷം ആ ദുഷ്ടൻ എൻ്റെ ശരീരത്തിൽ ഏൽപ്പിച്ച മാലിന്യം കഴുകിക്കളയും വരെയെങ്കിലും എനിക്ക് ജീവിക്കണം. മീനയുടെ സാധാരണ രീതിയിലേക്കുള്ള തിരിച്ചുവരവിൽ ഞാൻ ഏറെ സന്തോഷിച്ചു. തുടർന്ന് പ്രൊഫസർ ഇനി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. അന്ന് ഞങ്ങൾ കാർഫാക്സിൽ കണ്ട പെട്ടികൾ നശിപ്പിക്കാതിരുന്നത് നന്നായി. നശിപ്പിച്ചിരുന്നെങ്കിൽ മറ്റു പെട്ടികൾ അവൻ നമുക്ക് കണ്ടെത്താനാവാത്ത വിധം ഒളിപ്പിക്കുമായിരുന്നു. കാരണം അവന് അഭയം നൽകുന്നത് ആ പെട്ടികളിലെ ശപിക്കപ്പെട്ട മണ്ണാണ്. അവ നശിപ്പിക്കാനുള്ള നമ്മുടെ പദ്ധതിയെക്കുറിച്ചും കഴിവിനെക്കുറിച്ചും അവന് ധാരണയില്ല. അതുകൊണ്ട് തൻ്റെ അഭയസ്ഥാനങ്ങൾ ഭദ്രമാണെന്ന് അവൻ കരുതിക്കൊള്ളും.
പിക്കാഡില്ലിയിലെ പെട്ടികൾ കൂടി കണ്ടെത്തിയാൽ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാകും. ഇന്ന് തന്നെ നമുക്കത് കണ്ടെത്തണം. ഇന്നത്തെ പ്രഭാതം നമുക്ക് ദുഃഖപൂർണ്ണമാക്കിയിട്ട് അവൻ അതിലേതെങ്കിലും ഒന്നിൽ സ്വരൂപം ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. സന്ധ്യ വരെ അവന് അവിടെ നിന്ന് ഒരു രൂപത്തിലും പുറത്തു വരാനാവില്ല. അഥവാ വന്നാലും മഞ്ഞുപാളിയായും മറ്റും ജനാലവിടവിലൂടെയൊന്നും അകത്തു കയറാനുമാവില്ല. നാം മനുഷ്യരെപ്പോലെ തന്നെ വാതിൽ തുറന്നു മാത്രമേ അകത്തു പ്രവേശിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ പകൽ നമുക്ക് ശരിക്കും പ്രയോജനപ്പെടുത്തണം. അവൻ്റെ ഒളിയിടങ്ങളായ പെട്ടികളെല്ലാം കണ്ടെത്തി നശിപ്പിക്കണം. അതോടെ അവൻ നിസ്സഹായനാവും. ഇന്ന് തന്നെ അവനെയും നശിപ്പിക്കാൻ കഴിഞ്ഞാൽ നല്ലത്. അഥവാ കഴിഞ്ഞില്ലെങ്കിലും എല്ലാ ഒളിയിടങ്ങളും നഷ്ടപ്പെടുമ്പോൾ അവൻ നമ്മുടെ ശക്തിയും ബുദ്ധിയും തിരിച്ചറിയും. ഇത് കേട്ട് ആവേശം കൊണ്ട് ഞാൻ ചാടി എഴുന്നേറ്റു. ആ നശിച്ചവനെ ഇല്ലാതാക്കുന്നതോടെ എൻ്റെ പ്രിയപ്പെട്ടവൾ രക്ഷപ്പെടും. അവളുടെ പ്രസരിപ്പും ഉത്സാഹവുമൊക്കെ വീണ്ടെടുക്കാനും കഴിയും. അതോർത്തപ്പോൾ ഞാൻ ധൃതി കൂട്ടി. എങ്കിൽ വേഗമാകട്ടെ, നമുക്ക് പുറപ്പെടാം. പിക്കാഡില്ലിയിലേക്ക് പോകാം, ഉടനെ തന്നെ. എൻ്റെ ആവേശം കണ്ടിട്ടും പ്രൊഫസർ അനങ്ങിയില്ല. അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, ഉത്സാഹം നന്ന്, പക്ഷേ ധൃതി കാട്ടണ്ട. ഞാൻ ചോദിക്കട്ടെ, പിക്കാഡില്ലിയിലെ ആ വീട് നമ്മൾ എങ്ങനെ തുറക്കും? എങ്ങനെയെങ്കിലും തുറക്കണം. വേണ്ടി വന്നാൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കിടക്കണം. പട്ടാപ്പകൽ ഒരു വീട് തകർത്ത് അകത്ത് കയറിയാൽ ഇവിടുത്തെ പോലീസ് നോക്കിയിരിക്കുമോ? അവർ നമ്മെ അറസ്റ്റ് ചെയ്താൽ അവർക്ക് വിശ്വസനീയമായ എന്ത് കാരണം പറയും? സുചിന്തിതമായ ആ ചോദ്യത്തിന് എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. പക്ഷേ താമസം വരുത്തതിനോട് എനിക്ക് യോജിക്കാനും കഴിഞ്ഞില്ല. പ്രൊഫസർ അത്രയൊന്നും യുക്തിപരമായി ചിന്തിക്കാൻ പാകത്തിലല്ല എൻ്റെ മനസ്സിപ്പോൾ എന്ന് അങ്ങേക്ക് അറിയുമല്ലോ. ശരിയാണ് കുട്ടി, തൻ്റെ മനോനില എനിക്ക് ഊഹിക്കാൻ കഴിയും. പക്ഷേ വൈകാരികതയ്ക്കപ്പുറം നിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കൂടി കാണാതെ നമുക്ക് പ്രവർത്തനം തുടങ്ങാനാവില്ല. താക്കോലുണ്ടായിരുന്നെങ്കിൽ നേരെ പോയി വാതിൽ തുറന്ന് അകത്ത് കിടക്കാമായിരുന്നു. ആർക്കും ഒരു സംശയം തോന്നുകയില്ല. കാരണം നമ്മുടെ കയ്യിലുള്ളത് ഉടമസ്ഥാവകാശത്തിൻ്റെ തെളിവായ താക്കോലാണ്. ആരും അങ്ങോട്ട് വരികയുമില്ല. അതിരിക്കട്ടെ, ആ വീട് ജോനാഥൻ്റെ സ്വന്തമാണെന്ന് സങ്കല്പിക്കുക. താക്കോൽ ഇല്ല താനും. എങ്ങനെ തുറക്കും? ഒരു കൊല്ലനെ വിളിച്ച് പൂട്ട് തുറപ്പിക്കും. അപ്പോൾ തലയിന്ന് കുലുക്കിയിട്ട് എന്നെ ഉറ്റുനോക്കി അദ്ദേഹം പറഞ്ഞു, നമ്മുടെ വാക്കും നോക്കും പെരുമാറ്റവുമൊക്കെ ഉടമസ്ഥരാണെന്ന് തോന്നിപ്പിക്കും വിധമായിരിക്കണം. 10 മണിക്ക് ശേഷം നമുക്ക് പുറപ്പെടാം. അപ്പോൾ തിരക്കേറിയ സമയമാകിയാൽ പോലീസോ പബ്ലിക്കോ ഒന്നും നമ്മെ കാര്യമായി ശ്രദ്ധിക്കുകയില്ല. മീനയും ഞാനും പരസ്പരം നോക്കി. പ്രൊഫസറുടെ നിർദ്ദേശം അനുസരിക്കുകയാണ് നല്ലതെന്ന ഒരു സൂചന അവളുടെ നോട്ടത്തിൽ ഉള്ളതായി എനിക്ക് തോന്നി. മീന എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അവൾ അനുഭവിച്ച ഭീകരവും ദയനീയവുമായ പീഡനങ്ങൾ അവളെ വല്ലാതെ വിവശയാക്കിയിരിക്കുന്നു. മുഖത്ത് രക്തപ്രസാദമില്ല. അവളുടെ വെളുത്ത പല്ലുകൾ ആവശ്യത്തിലധികം പുറത്തേക്ക് നീളുന്നുണ്ടോ എന്നൊരു സംശയം. അത് കാണുമ്പോൾ എനിക്ക് പോലും പേടി തോന്നുന്നു. ലൂസിയെ ഡ്രാക്കുള ആക്രമിച്ച കാലത്ത് അവളുടെ പല്ലുകളും ഇതുപോലെയായിരുന്നത്രേ. ഞാനൊരു തീരുമാനമെടുത്തു. നിഷ്കളങ്കയായ മീന വിധിവശാൽ അവസാനം ഒരു രക്തരക്ഷസായി മാറുകയാണെങ്കിൽ തീർച്ചയായും അവൾ തനിച്ചാവില്ല. ഞാനും ഉണ്ടാവുമൊപ്പം. പോകാൻ സമയമായി. മീനയെ സമാധാനിപ്പിച്ച് മുറിയിലെത്തിയിട്ട് ഞാനും സംഘത്തോടൊപ്പം ചേർന്നു. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങൾ കാർഫാക്സിൽ പ്രവേശിച്ചു. അവിടെ എല്ലാം പഴയപടി തന്നെ ഉണ്ടായിരുന്നു. ആർക്കും ഭാവന ചെയ്യാൻ പോലും കഴിയാത്തത്ര ജീർണതയായിരുന്നു അതിനുള്ളിൽ. എവിടെയും പൊടിയും മാറാലയും അട്ടിയായി കാണപ്പെട്ടു. വല്ലാത്തൊരു മനമടുപ്പിക്കുന്ന ദുർഗന്ധവും. ആരും പിന്തിരിഞ്ഞേക്കാവുന്ന ആ അവസ്ഥയിലും ഞങ്ങളെ പ്രചോദിപ്പിച്ചത് മറ്റാർക്കും ഉണ്ടാവാത്തത്ര ഭീകര അനുഭവങ്ങളായിരുന്നു. ഞങ്ങൾ അവിടെയെല്ലാം തിരിഞ്ഞെങ്കിലും പ്രയോജനകരമായ ഒന്നും കണ്ടുകിട്ടിയില്ല. പ്രൊഫസർ പറഞ്ഞു, സുഹൃത്തുക്കളെ, ഈ പെട്ടികളിലൊന്നിലും ഇനി അവന് അഭയം തേടാൻ കഴിയാത്ത വിധം ഇവയിലെ മണ്ണ് നമുക്ക് ദൈവീകമായി പവിത്രമാക്കണം. പിന്നെ അവന് ഇങ്ങോട്ട് എത്തി നോക്കാൻ പോലും ആവില്ല. ഇത്രയും പറഞ്ഞ് അദ്ദേഹം തൻ്റെ പെട്ടി തുറന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ പുറത്തെടുത്തു. അതുപയോഗിച്ച് പെട്ടികളുടെ മൂടികൾ ഉറപ്പിച്ചിരുന്ന സ്ക്രൂകൾ അഴിച്ചുമാറ്റി മൂടി ഇളക്കി മാറ്റി. പിന്നീട് പെട്ടിയിൽ നിന്നും വിശുദ്ധ അപ്പത്തിൻ്റെ ചെറു കഷ്ണങ്ങൾ ആ മണ്ണിൽ തൂകി വീണ്ടും മൂടി വെച്ച് ഉറപ്പിച്ചു. അങ്ങനെ അവിടെയുണ്ടായിരുന്ന മുഴുവൻ പെട്ടികളും പവിത്രമാക്കി. ഞങ്ങളെല്ലാവരും ഈ ജോലിയിൽ അദ്ദേഹത്തെ സഹായിച്ചു. പ്രൊഫസർ പറഞ്ഞു, ഇവിടുത്തെ പണി പൂർത്തിയായി. ഇനി അവൻ ഇവിടെ അഭയം തേടുന്ന പ്രശ്നമില്ല. മറ്റുള്ളിടങ്ങളിലും ഉള്ള പെട്ടികൾ കണ്ടുപിടിച്ച് ഇതുപോലെ പവിത്രീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജോലി പകുതിയിലേറെ പൂർത്തിയാകും. ഞങ്ങൾ പിക്കാഡില്ലിയിലേക്കുള്ള ട്രെയിൻ പിടിക്കാൻ സ്റ്റേഷനിലേക്ക് പോകും വഴി ഡോക്ടർ സവാർഡിൻ്റെ വീടിന് മുന്നിലൂടെയാണ് പോയത്. അപ്പോൾ ജനാലയിലൂടെ വഴിയിലേക്ക് നോക്കി നിന്ന മീനയെ ഞാൻ കണ്ടു. ഞാൻ അവളുടെ നേർക്ക് കൈവീശി കാണിച്ചു. അവളും സന്തോഷത്തോടെ തിരിച്ചു കൈവീശി. ഉച്ചയ്ക്ക് 12:30 പിക്കാഡില്ലിയിലെത്തി. ഫെൻചർച്ച് സ്ട്രീറ്റിൽ എത്തുന്നതിന് മുൻപ് ആർത്തർ എന്നോട് പറഞ്ഞു, ഞാനും ക്വീൻസിയും കൂടി ഒരു കൊല്ലനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങളാരും വരണ്ട. ആ പാർക്കിൽ പോയി ഇരുന്നു കൊള്ളുക.
കൊല്ലനെ കൊണ്ടുവന്ന് പൂട്ട് തുറന്നതിന് ശേഷം നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. അഥവാ വല്ല പ്രശ്നവും അതിനിടയിൽ ഉണ്ടായാലും ഞാൻ പ്രഭുസ്ഥാനം പറഞ്ഞ് തടുത്തപ്പിക്കൊള്ളാം. അത് നല്ല നിർദ്ദേശമാണെന്ന് പ്രൊഫസർ വാൻ ഹെൽസിങ്ങിനും പറഞ്ഞു. അതനുസരിച്ച് ആർത്തറും ക്വിൻസിയും കൂടി ഒരു കുതിരവണ്ടി വിളിച്ച് കയറിപ്പോയി. ഞങ്ങൾ പാർക്കിലുമെത്തി. അവിടെ ഒരു ബെഞ്ചിലിരുന്ന് ഓരോ സിഗരറ്റും വലിച്ച് അലസഭാവത്തിലിരുന്നു. ആ ഇരിപ്പിലും ഭയാനകരമായ ആ പഴയ കൂറ്റൻ വീട് ഞങ്ങൾ നോക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി ആ കെട്ടിടത്തിൻ്റെ മുന്നിൽ വന്നു. അതിൽ നിന്നും ആർത്തറും ക്വിൻസിയും ഉദാസീന ഭാവത്തിൽ പുറത്തേക്കിറങ്ങി. അവരുടെ പിന്നിൽ പണിയായുധങ്ങൾ അടങ്ങുന്ന ഒരു പെട്ടിയും തൂക്കിപ്പിടിച്ച് ഒരു കൊല്ലനും അകത്തേക്ക് കയറി. അയാൾ തൻ്റെ കോട്ട് ഊരി ഗേറ്റിൻ്റെ തൂണിൽ തൂക്കുമ്പോൾ ഒരു പോലീസുകാരൻ അയാളെ സമീപിച്ചു. അയാൾ പോലീസുകാരനോട് എന്തോ പറഞ്ഞു. അത് കേട്ട് തൃപ്തിയായ മട്ടിൽ പോലീസുകാരൻ നടന്നു നീങ്ങി. പിന്നീട് ആ കൊല്ലൻ വലിയൊരു താക്കോൽ കൂട്ടം പുറത്തെടുത്ത് അതിലൊന്നുകൊണ്ട് പൂട്ട് തുറക്കാൻ ശ്രമിച്ചു. സാധിച്ചില്ല. മറ്റൊരെണ്ണം പ്രയോഗിച്ചു നോക്കി. അങ്ങനെ നിരവധി താക്കോലുകൾ ഇട്ട് ശ്രമം തുടർന്നപ്പോൾ ഒരെണ്ണം പാകമായി കണ്ടു. ആ താക്കോൽ അയാൾ ആർത്തറിനെ ഏൽപ്പിച്ചു. ആർത്തർ അയാൾക്ക് പണം കൊടുത്തു. അതും വാങ്ങി കൊല്ലൻ തൻ്റെ പെട്ടിയും കോട്ടുമെടുത്ത് സ്ഥലം വിട്ടു. ഉടൻ ഞങ്ങൾ 3 പേരും ആ വീട്ടിലെത്തി. ആർത്തർ വാതിൽ തുറന്നു തന്നു. ഹാളിൻ്റെ ഒരറ്റത്ത് 8 പെട്ടികൾ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു. 9 പെട്ടികളിൽ 8 എണ്ണം മാത്രം. അതായത് ഇവിടം കൊണ്ടും ഞങ്ങളുടെ ജോലി പൂർത്തിയാകുന്നില്ല. ആ ഒരു പെട്ടി കൂടി കണ്ടെത്തിയാലേ മതിയാകൂ. ഞങ്ങൾ അടഞ്ഞുകിടന്ന ജനാലകൾ തുറന്നിട്ടു. ഇടുങ്ങിയ മുറ്റത്തിനപ്പുറം ഒരു കുതിരാലയം കണ്ടു. സമയം പാഴാക്കാതെ ആ 8 പെട്ടികളും തുറന്ന് വിശുദ്ധ അപ്പം നിക്ഷേപിച്ച് വീണ്ടും അടച്ചുവെച്ചു. അവൻ ഈ വീട്ടിലില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. അവിടെയുള്ള മറ്റു മുറികളിലെല്ലാം ഞങ്ങൾ പരിശോധിച്ചു. ഒരു മുറിയിൽ ആ വീടിൻ്റെ പ്രമാണങ്ങൾ ഇരിക്കുന്നത് കണ്ടു. ഒപ്പം മൈൽ എൻഡിലെയും ബെർമണ്ട് ഡെസിയിലെയും വീടുകളുടെ പ്രമാണങ്ങളും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവയുടെ കൃത്യമായ വിലാസം കുറിച്ചെടുത്തു. ഒരു വലിയ താക്കോൽ കൂട്ടവും അവിടെ നിന്നും കിട്ടി. അത് മറ്റ് 2 വീടുകളുടേതാവും എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. ആർത്തറും ക്വിൻസിയും ആ താക്കോൽ കൂട്ടവും വിലാസവുമായി ആ 2 വീടുകൾ തേടിപ്പോയി. അവയും തുറന്ന് അവിടെയുള്ള പെട്ടികളും ഇതുപോലെ സംസ്കരിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞ് അവർ പോയി. ഞങ്ങൾ 3 അവരുടെ തിരിച്ചുവരവും കാത്ത് അവിടെ തന്നെ നിന്നു. അധ്യായം 17. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ഒക്ടോബർ 3. ആർത്തറും ക്വിൻസിയും വരുന്നത് കാത്ത് ഞങ്ങൾ 3 ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ അധികം സമയം പിന്നിട്ടിരിക്കുന്നു. എല്ലാവരും അക്ഷമരാണ്. പ്രത്യേകിച്ച് ജോനാഥൻ. അയാൾ എത്രമാത്രം സഹിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. പാവം. സ്വന്തം ഭാര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ താങ്ങാൻ അയാൾക്ക് കഴിയുന്നെങ്കിൽ അതുതന്നെ ഒരത്ഭുതമല്ലേ. സമയം പോക്കാനെന്നോണം പ്രൊഫസർ സംസാരിക്കാൻ തുടങ്ങി. നാം കരുതുന്നതിലുമൊക്കെ വളരെയേറെ ശക്തനാണ് ഡ്രാക്കുള. ശക്തൻ മാത്രമല്ല, ഒരു ബുദ്ധിരാക്ഷസനുമാണവൻ. അവനെക്കുറിച്ച് ശേഖരിക്കാവുന്നത്ര വിവരങ്ങൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ബുഡാപെസ്റ്റിലുള്ള ഒരു സുഹൃത്ത് വഴി ഇവൻ ജീവിച്ചിരിക്കുന്ന കാലത്തെ വിവരങ്ങളും ഞാൻ ശേഖരിച്ചു. ഇവനൊരു മഹാധനികനും ആഢ്യനും ആജ്ഞാശക്തിയുള്ളവനുമായിരുന്നു. ശാരീരികമായ ആരോഗ്യത്തിനൊപ്പം ബൗദ്ധികമായും ഇവൻ അസാമാന്യനായിരുന്നു. സൈനികൻ, രാഷ്ട്രതന്ത്രജ്ഞൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായിരുന്നു. രസതന്ത്രം ഇവൻ്റെ ഇഷ്ടവിഷയമായിരുന്നു. ലോകത്ത് ലഭിക്കാവുന്ന രസതന്ത്ര വിജ്ഞാനം അപ്പാടെ അവൻ പഠിച്ചിരുന്നു. രസതന്ത്രം മാത്രമല്ല, മറ്റെല്ലാ വിജ്ഞാന ശാഖകളിലും അവൻ തൽപരനായിരുന്നു. ശാരീരികമായ മരണം സംഭവിച്ചിട്ടും അവൻ്റെ തലച്ചോർ നശിച്ചിട്ടില്ല. രക്തരക്ഷസായി മാറിയിട്ടും അവൻ്റെ പഴയ തലച്ചോർ ഇപ്പോഴും അതേ മട്ടിൽ പ്രവർത്തനനിരതമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അവൻ പല മേഖലകളിലും വട്ടപൂജ്യവുമാണ്. പക്ഷേ അവിടെയും തോൽക്കാൻ തയ്യാറാവാതെ അവൻ പരമാവധി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതു പുതിയ അറിവും വളരെ വേഗം സ്വായത്തമാക്കാൻ അവന് കഴിയും. അതിനുള്ള നിതാന്ത പരിശ്രമം അവൻ തുടരുകയുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അവനോട് ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണമെന്ന്. ശത്രുവിൻ്റെ ശക്തി തിരിച്ചറിയുക എന്നത് യുദ്ധത്തിൻ്റെ പ്രധാന തന്ത്രമാണ്. പക്ഷേ നമുക്ക് ജയിച്ചേ മതിയാകൂ. നമ്മൾ തോറ്റാൽ ആഗോളനാശം വിതയ്ക്കുന്ന ഒരു രക്തരക്ഷസായി അവൻ വളരും. ലോകമെമ്പാടും അവൻ്റെ പിന്മുറക്കാരായ ലക്ഷക്കണക്കിന് രക്ഷസുകൾ വിളയാടും. അത് അനുവദിച്ചുകൂടാ. ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നാലും നമുക്ക് അവനെ നശിപ്പിച്ചേ മതിയാകൂ. ജോനാഥൻ നിലവിളിക്കും പോലെ പറഞ്ഞു. ആ ദ്രോഹി എൻ്റെ പാവമീനിയിലും അവൻ്റെ ശക്തി തെളിയിച്ചു കഴിഞ്ഞു. അവൻ എങ്ങനെയാണ് പരീക്ഷണങ്ങൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്കവനെ കീഴ്പ്പെടുത്താനും എളുപ്പമാവില്ലേ? സഹതാപപൂർവ്വം അവനെ നോക്കിക്കൊണ്ട് പ്രൊഫസർ പറഞ്ഞു. ശരിയാണ്, അവൻ നിതാന്ത പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഈ കാലവുമായി നോക്കുമ്പോൾ അവനൊരു ശിശുവിൻ്റെ ബുദ്ധി വളർച്ചയേ ഉണ്ടായിട്ടുള്ളൂ. അതവനും അറിയാം. അതുകൊണ്ട് അവൻ പുതുപുത്തൻ അറിവുകൾ ആർജിക്കാൻ ശ്രമിക്കും. മെല്ലെയാണെങ്കിലും സ്വയം വളരാൻ അവൻ യത്നിക്കും. കാരണം അവന് ഇനിയും നൂറ്റാണ്ടുകൾ ഇങ്ങനെ പിന്നിടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനാകെ അവശനായതുകൊണ്ടാവും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങ് അല്പം കൂടി ലളിതമായി തെളിച്ചു പറയൂ സർ.
പ്രൊഫസർ ജോനാഥൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അനിയ, നിന്റെ പ്രയാസം ഞാൻ ഉൾക്കൊള്ളുന്നു. പരമാവധി ലളിതമായി ഞാൻ പറയാം. ഈ നീചപ്രഭു നമ്മുടെ റെൻഫീൽഡിലൂടെ പല പരീക്ഷണങ്ങളും നടത്തിയത് നമുക്കറിയാം. ഏതെങ്കിലും ഒരു വീട്ടിൽ പ്രവേശിക്കണമെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും അവന് അനുമതി നൽകണം. റെൻഫീൽഡിലൂടെ അത് നേടിയതുകൊണ്ടാണ് അവന് മീനയുടെ മുറിയിലും കയറാൻ കഴിഞ്ഞത്. മറ്റൊരു കാര്യം, ഈ പെട്ടികൾ പലയിടങ്ങളിലുമായി എത്തിക്കാൻ അവൻ ജീവനുള്ളവരുടെ സഹായം തേടി. അത് അവന് തനിച്ച് നിസ്സാരമായി ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് അന്ന് അവന് അറിയുമായിരുന്നില്ല. ഇപ്പോൾ അതവൻ മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ സ്വയം പെട്ടികൾ പലയിടങ്ങളിലായി മാറ്റുകയാണ്. പക്ഷേ നമുക്ക് അവ എവിടെയെന്ന് അറിയാൻ കഴിയില്ല. ഈ ബുദ്ധി അവന് നേരത്തെ തോന്നുകയായിരുന്നെങ്കിൽ അവനെക്കുറിച്ചുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുമായിരുന്നില്ല. അതാണ് പറഞ്ഞത്, പ്രായോഗിക ബുദ്ധിയിൽ അവൻ ശിശുവാണെന്ന്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. ദൈവമേ, അത് ആ പിശാചായിരിക്കുമോ? വളരെ കരുതലോടെ ഞങ്ങൾ വാതിൽ തുറന്നു. അത് ടെലിഗ്രാം ശിപ്പായിയായിരുന്നു. പ്രൊഫസർ അത് വാങ്ങി പൊട്ടിച്ചു നോക്കി. മീന അയച്ച ടെലിഗ്രാമാണ്. ഡ്രാക്കുള വരുന്നു, സൂക്ഷിക്കുക. അവൻ കാർഫാക്സിൽ നിന്ന് 12:45 തിരിച്ചിട്ടുണ്ട്. അങ്ങോട്ടായിരിക്കും വരുന്നത്, കരുതിയിരിക്കണം. മീന. ജോനാഥൻ അത്യാവേശത്തോടെ പറഞ്ഞു. വരട്ടെ അവൻ. ഇന്നവൻ്റെ അന്ത്യമാണ്. എൻ്റെ ജീവൻ പോയാലും വേണ്ടില്ല, ഞാൻ അവനെ ഇല്ലാതാക്കും. അമിതമായി ആവേശവും വികാരവുമല്ല കുഞ്ഞെ ഇങ്ങനെയുള്ള അവസരത്തിൽ വേണ്ടത്. വളരെ പക്വതയോടെ നാം ഒന്നിച്ചു നീങ്ങണം. മിക്കവാറും ഇന്ന് തന്നെ അവൻ്റെ അന്ത്യം കുറിക്കാൻ കഴിഞ്ഞേക്കും. പകൽ സമയത്ത് അവൻ മനുഷ്യ നിയമങ്ങൾക്ക് വിധേയനാണ്. രൂപം മാറാനൊന്നും കഴിയില്ല. അതീന്ദ്രിയ ശക്തികൾ ഒന്നും അവനെ തുണയ്ക്കുകയുമില്ല. ഇപ്പോൾ സമയം 1:25. അവനെ പ്രതീക്ഷിക്കാൻ സമയമായി എന്നർത്ഥം. അപ്പോൾ വാതിൽ ശക്തമായ മുട്ടൽ കേട്ടു. പ്രഭു തന്നെയാവുമെന്ന് കരുതി ഞങ്ങൾ ഒന്നിച്ച് ആയുധങ്ങളുമായി ചെന്ന് വാതിൽ തുറന്നു. ആർത്തറും കിൻസിയുമായിരുന്നു അത്. ഞങ്ങൾ 2 സ്ഥലത്തും പോയി. ആകെ 6 പെട്ടികൾ ഉണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ അവന് പ്രവേശിക്കാനാകാത്ത വിധം നിർമ്മലമാക്കി. അവർ പറഞ്ഞത് കേട്ട് പ്രൊഫസർ പറഞ്ഞു. മീനയുടെ ടെലിഗ്രാം അനുസരിച്ച് അവൻ ഇങ്ങോട്ടാണ് പോന്നിരിക്കുക. ഒരുപക്ഷെ അവൻ ആദ്യം പോയത് നിങ്ങളിപ്പോൾ വിട്ടുപോന്ന 2 അവിടം അവന് അപ്രാപ്യമാണെന്നറിയുമ്പോൾ നമ്മുടെ ഇടപെടൽ അവൻ തിരിച്ചറിയും. കോപാവേശത്തോടെ അവൻ നേരെ വരുന്നത് ഇങ്ങോട്ടായിരിക്കും. അവനെ നേരിടാൻ നാം സജ്ജരായിരിക്കണം. ആരും ഭയപ്പെടരുത്. അവൻ പലതരത്തിലും നമ്മളെ പേടിപ്പിക്കാൻ ശ്രമിക്കും. അവൻ ഇത്രയേ ഉള്ളൂ എന്നും പകൽ സമയമായതുകൊണ്ട് കൂടുതൽ അശക്തനാണെന്നും മനസ്സിലാക്കുക. നാം ഒന്നിച്ച് അവനെ നേരിടണം. ആയുധങ്ങളുമായി ഒരുങ്ങി നിൽക്കുക. ആ കൃത്യസമയത്ത് വാതിലിൻ്റെ പൂട്ടിൽ താക്കോൽ തിരിയുന്ന ശബ്ദം കേട്ടു. ക്വിൻസിയാണ് ആക്രമണ പദ്ധതിക്ക് രൂപം കൊടുത്തത്. അയാളുടെ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു. പ്രൊഫസറും ഞാനും ജോനാഥനും വാതിൽപ്പാളികൾക്ക് പിന്നിൽ വരത്തക്ക വിധം നിൽക്കണം. ആർത്തറും ക്വിൻസിയും ജനാലകൾക്കരികിലും. വാതിൽ തുറന്ന് അവൻ അകത്ത് കടന്നാലുടൻ പ്രൊഫസർ വാതിൽ തടഞ്ഞു നിൽക്കണം. അവൻ പ്രൊഫസറിൻ്റെ നേർക്ക് നീങ്ങുമ്പോൾ മധ്യത്തിൽ ഞാനും ജോനാഥനും പ്രത്യക്ഷപ്പെടണം. പിന്നിൽ നിന്ന് ആർത്തറും ക്വിൻസിയും എത്തും. അങ്ങനെ ഞങ്ങൾ നിലയുറപ്പിച്ച ശേഷം വാതിൽ തുറന്ന് ആ ഭീകരസത്വം മിന്നൽ പിണർ പോലെ മുറിക്കുള്ളിലെത്തി. ഞങ്ങളെ കണ്ട് അവൻ ആക്രമിക്കാൻ ഒരുങ്ങവേ ജോനാഥൻ കുതിച്ചെത്തി അവൻ്റെ നെഞ്ചിൽ ആഞ്ഞുകുത്തി. പക്ഷേ അവൻ വഴുതി മാറിയതുകൊണ്ട് കുത്തേറ്റില്ല. പക്ഷേ അവൻ്റെ കോട്ടിൻ്റെ കീശ കീറി. അതിൽ നിന്നും കുറേ സ്വർണ്ണ നാണയങ്ങൾ നിലത്ത് തൂകി. അവൻ ജോനാഥനെ ആക്രമിക്കാൻ ഭാവിക്കുന്നത് കണ്ട് ഞാനും ആർത്തറും വിശുദ്ധ അപ്പവും കുരിശുമായി അവർക്കിടയിൽ കയറി നിന്നു. അപ്പോൾ അവൻ ഞെട്ടിത്തെറിച്ച് പിന്നോക്കം മാറി. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഭീതിയും അങ്കലാപ്പവും നിഴലിച്ചിരുന്നു. പൊടുന്നനെ അവൻ ജനാലയുടെ നേർക്ക് നീങ്ങി. ജനാലച്ചില്ലുകൾ തകർത്ത് അവൻ അതിലൂടെ താഴേക്ക് ചാടി. ഞങ്ങളും ജനാലയ്ക്കിലെത്തിയപ്പോൾ അവൻ കുതിരാലയത്തിലേക്ക് കുതിക്കുന്നതാണ് കണ്ടത്. പെട്ടെന്ന് അവൻ തിരിഞ്ഞ് ഞങ്ങളെ നോക്കിക്കൊണ്ട് കാറി തുപ്പിക്കൊണ്ട് പറഞ്ഞു. വിഡ്ഢികൾ, പമ്പര വിഡ്ഢികൾ, നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ 4-5 പുഴുക്കൾ ഒന്നിച്ചു ചേർന്നാൽ എന്നെ നശിപ്പിക്കാമെന്നോ? നൂറ്റാണ്ടുകളായി ലോകം അടക്കി ഭരിക്കുന്ന എന്നോട് യുദ്ധം പ്രഖ്യാപിച്ച നിങ്ങൾ കടുവയുടെ മുന്നിൽപ്പെട്ട ആട്ടിൻകുട്ടികൾ മാത്രമാണ്. എൻ്റെ ഒളിത്താവളങ്ങൾ ഇല്ലാതാക്കി എന്നെ കീഴ്പ്പെടുത്താമെന്ന് കരുതിയോ കഴുതകളെ? എന്നാൽ മനസ്സിലാക്കിക്കോ, എനിക്കിനിയും എത്രയോ ഒളിത്താവളങ്ങൾ ബാക്കിയുണ്ട്. എന്നോട് ഏറ്റുമുട്ടിയ നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല. നിൻ്റെയൊക്കെ പെണ്ണുങ്ങളെ ആദ്യം ഞാൻ കീഴ്പ്പെടുത്തും. പിന്നെ അവരിലൂടെ നിങ്ങളും എൻ്റെ അജ്ഞാനവർത്തികളായി മാറും. കരുതിയിരുന്നോ, നിൻ്റെയൊക്കെ അന്ത്യം അടുത്തു. പ്രിയ കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും രേഖപ്പെടുത്തുക. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ ചാനൽ സന്ദർശിക്കുക. തുടർന്നുള്ള ഭാഗവുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്കെല്ലാവർക്കും വിട.